നമസ്കാരം. പ്രവാസി ന്യൂസിന്റെ ന്യൂസ് ബ്ലിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും അറിയാവുന്നതുപോലെ ഇസ്രയേൽ അമേരിക്ക സഖ്യം ഇറാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇന്ന് യുദ്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ദുബായിലേക്ക്, അതായത് ദുബായിലെയും പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധത്തെ പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ പുതിയ വിവരങ്ങളാണ് ഇനി നൽകുന്നത്. നിലവിൽ ഇസ്രായേൽ അമേരിക്ക സഖ്യവും ഇറാൻ തമ്മിലുള്ള സംഘർഷം കടുത്തിരിക്കുകയാണ്. ഇത് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും ഏറെ ബാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിലെ പ്രധാന വിവരങ്ങളെ പറ്റി പറയുമ്പോൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മാർച്ച് 7 ശനിയാഴ്ച ഇറാനിൽ നിന്ന് UAEക്ക് നേരെ തൊടുത്തത് 15 ബാലിസ്റ്റിക് മിസൈലുകളും 119 ഡ്രോണുകളും ആണ്. UAE പ്രതിരോധ സേന ഇത് ആകാശത്ത് വെച്ച് തന്നെ ടാർഗറ്റ് ചെയ്തു. ഒരു മിസൈൽ കടലിൽ പതിച്ചു. ഇതിന്റെ ആഘാതം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളായ 3 പേർ മരിച്ചിരുന്നു. 100-ലധികം പേർക്ക് ചെറിയ പരിക്കുകളും പറ്റിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ കൂടുതലായി നോക്കുമ്പോൾ ചില മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പാം ജുമേറയിലും സമീപത്തും വീണ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇനി വിമാന സർവീസുകളെ പറ്റി പറയുമ്പോൾ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായ് എയർപോർട്ട് താൽക്കാലികമായി അടച്ചിരുന്നെങ്കിലും ഇപ്പോൾ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സന്ദർഭത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങളെ പറ്റി കൂടുതലായി പറയുമ്പോൾ ദുബായ് നിവാസികൾക്ക് മൊബൈൽ ഫോണുകളിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം, അതായത് എമർജൻസി അലേർട്ട് നൽകിയിട്ടുണ്ട്. മിസൈൽ ഭീഷണി ഉണ്ടാകുമ്പോൾ ജനലുകളിൽ നിന്നും വാതിലുകളിൽ നിന്നും അകന്ന് സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്നലെ ദുബായ്, അതായത് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്നും ജർമ്മനിയിലേക്ക് വരാനായിട്ട് ഫ്ലൈറ്റ് എടുത്തു. ദുബായിലെത്തി. ഇന്നലെ തന്നെ ദുബായിലെത്തി. ദുബായിൽ ഒരു ദിവസം താമസം പറഞ്ഞിരുന്നു. അവര് ഇന്ന് രാവിലത്തെ 11 മണി കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിൽ ജർമ്മനിയിലേക്ക് വരാനായിട്ട് ചെക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വിമാനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയ സ്ഫോടനം ദുബായിൽ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം തന്നെ പെട്ടെന്ന് ബങ്കറിലേക്ക് അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി. പിന്നീട് ശാന്തമായി എന്നറിഞ്ഞപ്പോൾ വീണ്ടും അവരെ ചെക്കിങ്ങിനായി കൊണ്ടുവന്നു. പ്ലെയിനിൽ കയറ്റിയപ്പോൾ വീണ്ടും സ്ഫോടനം ഉണ്ടായി. അതിനെ തുടർന്ന് അവരെ വീണ്ടും തിരിച്ച് പെട്ടെന്ന് സുരക്ഷാ സങ്കേതങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും ശാന്തത വന്നു എന്ന് തോന്നിയപ്പോൾ ഈ പ്രവൃത്തി വീണ്ടും നടത്തി. എങ്കിലും അവരിപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവസാനത്തെ മെസ്സേജ് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ചെക്കിങ് കഴിഞ്ഞു, ഇനിയുള്ളത് എന്താണെന്ന് അവർക്ക് മനസ്സിലായാണ്ട് 4-5 പ്രാവശ്യം ഒരേപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയെങ്കിലും വീണ്ടും പഴയപടിയിലേക്ക്, അതായത് പ്ലെയിനിൽ കയറാൻ മേലാത്ത ഒരു അവസ്ഥയിൽ എത്തിയെന്നാണ് അവസാനത്തെ മെസ്സേജുകൾ ഞങ്ങൾക്ക് വന്നത്. ഇനിയും ഇതുമായിട്ട് സംബന്ധിച്ച അടുത്ത വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ സംഘർഷം കണക്കിലെടുത്ത് CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാജ വാർത്തകളെ പറ്റി പറയുമ്പോൾ ബുർജ് ഖലീഫയ്ക്കും ബുർജ് അൽ അറബിയും തീ പിടിച്ചു എന്ന തരത്തിൽ സോഷ്യൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമാണെന്ന് ദുബായ് അധികൃതരാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഔദ്യോഗിക വിവരങ്ങൾ മാത്രമേ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ടതില്ല എന്നാണ്. UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. നഗരത്തിലെ മെട്രോ, മാളുകൾ അല്ലെങ്കിൽ മറ്റു പൊതു സംവിധാനങ്ങൾ എല്ലാം തന്നെ നിയന്ത്രണങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ജാഗ്രത പാലിക്കേണ്ടത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 999 എന്ന നമ്പറിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി യാത്ര ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ പ്രത്യേക സർവീസുകൾ നടത്തുന്നുള്ള കാര്യം അവിടുന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇതിന്റെ കൂടുതൽ വ്യാപ്തിയെ പറ്റി പറഞ്ഞാൽ, ആക്രമണത്തിന്റെ കൂടുതൽ വ്യാപ്തിയെ പറ്റി പറഞ്ഞാൽ, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ട് നടന്ന ആക്രമണം കഴിഞ്ഞ വർഷങ്ങളെ ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 119 ഡ്രോണുകളും 15 മിസൈലുകളും UAEയുടെ താഡ് പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് രാജ്യം തന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. പിന്നെ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ജീവനക്കാരുടെയും താമസക്കാരുടെയും സുരക്ഷ, മരണസംഖ്യ ആക്രമണത്തിൽ നേരിട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും അത് 3 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. ഇനി ബങ്കറുകളുടെയും അഭയസ്ഥാനങ്ങളും ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും അക്കാര്യങ്ങൾ, അവിടുത്തെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഭരണകൂടത്തിന്റെ നീക്കങ്ങളെ പറ്റി പറഞ്ഞാല് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസും തമ്മിൽ
നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകാരികളെ സഹായിക്കാനായി അമേരിക്ക നേരിട്ട് സൈന്യത്തെ ഇറക്കാതെ തന്നെ ഡ്രോണുകൾ വഴിയും സൈബർ ആക്രമണങ്ങൾ വഴിയും പ്രതിരോധം ശക്തമാക്കും എന്നാണ് ട്രംപിന്റെ അവസാനത്തെ കുറിപ്പും കാണുന്നത്. ഇനിയും ജാഗ്രത മാത്രമേ എല്ലാവരുടെയും മുന്നിലുള്ളൂ. ദുബായ് വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് മാർച്ച് 7 അവസാനത്തെ വിവരങ്ങളാണ് പ്രവാസി ഓൺലൈൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ജർമ്മനിയിലാണെങ്കിൽ അതീവ സുരക്ഷാ ജാഗ്രതയാണ്. എന്തായാലും ഇവിടെയും ഇതിന്റെ പരിണിത ഫലം എവിടെയെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ അല്ലെ അതുപോലെ മറ്റു കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിന്റെ വെളിച്ചത്തിൽ ജർമ്മനിയിൽ അതീവ ജാഗ്രതയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതീവ ജാഗ്രതയായിട്ടാണ് ജർമ്മനി കൈക്കൊള്ളുന്നത്. നിരന്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ച് ഗവൺമെന്റ് മുൻകരുതലായി പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ ഈ ബ്ലിറ്റ്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നുണ്ട്. നമസ്കാരം.